മലയാള പത്രപ്രവർത്തന രംഗത്തെ കുലപതികളിൽ പ്രമുഖനായ എൻ രാമചന്ദ്രൻ്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരം നടന്നു. അതോടൊപ്പം അവാർഡ് ദാനവും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് പി സുബ്രഹ്മണ്യ ഹാളിലാണ് ചടങ്ങ് നടന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയാള പത്രപ്രവർത്തനത്തെ നവീകരിച്ച് പ്രബുദ്ധമാക്കിയ പ്രമുഖരിൽപ്പെട്ട പത്രപ്രവർത്തകനാണ് എൻ രാമചന്ദ്രൻ. പത്രപ്രവർത്തനം കൂടാതെ പൊതുപ്രവർത്തന രംഗത്തും എൻ രാമചന്ദ്രൻ പ്രാഗൽഭ്യം തെളിയിച്ചു. 2014 ജൂൺ 9 അന്തരിച്ച രാമചന്ദ്രന്റെ സ്മരണാർത്ഥം രാമചന്ദ്രൻ ഫൗണ്ടേഷനാണ് സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രഭാവർമ്മ അധ്യക്ഷനായി. ഫൗണ്ടേഷൻ സെക്രട്ടറിയും 24 എഡിറ്റർ ഇൻചാർജുമായ പി ജെയിംസ് സ്വാഗതം പറഞ്ഞു. പത്രപ്രവർത്തന രംഗത്തെ പുതിയ തലമുറ എൻ രാമചന്ദ്രനെ മാതൃകയാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മാധ്യമങ്ങളുടെ പങ്ക് എന്നത്തേക്കാൾ നിർണായകമാണ്. സുതാര്യതയും ഉത്തരവാദിത്വവുമാണ് പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത്. കുപ്രചരണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലും കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുന്നതിലും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലും മാധ്യമങ്ങളുടെ പങ്ക് വെറുമൊരു സേവനമല്ല, ആവശ്യമാണ്. മലയാള പത്രപ്രവർത്തനത്തെ നവീകരിച്ച് പ്രബുദ്ധമാക്കിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് ശ്രീ എൻ രാമചന്ദ്രൻ. പുതുതലമുറ മാധ്യമ പ്രവർത്തകർക്ക് എന്നും വഴികാട്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ നിന്നും 2022-23 വർഷത്തിൽ 1ാം റാങ്കോടെ പാസ്സായ എൽ ആർദ്രയ്ക്ക് സമ്മേളനത്തിൽ പുരസ്കാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. എം വിജയകുമാർ, ബാബു ദിവാകരൻ, പന്തളം സുധാകരൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശാലിനി എം ദേവൻ ചടങ്ങിന് കൃതജ്ഞതയർപ്പിച്ചു. 24 തിരുവനന്തപുരം.